പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തമിഴ്നാട്ടിൽ കണ്ടതുപോലെ തന്നെ ആക്ടറും അതുപോലെ തന്നെ BJP നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ മിനിഞ്ഞാന്ന് തൊട്ട് ഇങ്ങോട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതാണ് കുറച്ചുകൂടി ഇതായിട്ട് കാണുന്നത്. ഈ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കണ്ടു ദിയയുടെ പ്രസവം, അവർ ലൈവായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അതായത് ഫാമിലി മെമ്പേഴ്സും ഹസ്ബൻഡും ഒക്കെ കൂടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേദനരഹിത പ്രസവമാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നതായിട്ട് നമുക്ക് വീഡിയോയിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസവിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം ആയതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ധൈര്യം ഉണ്ടാവണമെന്നൊന്നുമില്ല അല്ലേ, പേടി ഉണ്ടാവും. ആദ്യത്തെ ഒരു പ്രസവം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി സമയത്ത് നമുക്ക് ഒരുപാട് നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നമ്മൾ തളർന്നിരിക്കുന്നതൊക്കെ സമയമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവിടെയുണ്ട്. അതായത് നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൈമിലുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലും അല്ല, ഇതുപോലെ പ്രൈവറ്റ് ഹൈടെക് ആയിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ ഇതുപോലെ നല്ല ഫാമിലിക്ക് അടക്കം കയറേണ്ട ലേബർ റൂമൊക്കെ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള പൈസയും കൊടുക്കേണ്ടി വരും. ഹസ്ബൻഡിന് മാത്രം കയറാൻ ഒരു നേരത്തേക്ക് സുഖപ്രസവം ആണെങ്കിൽ അവിടെ കയറാൻ 10,000 രൂപയാണ് ഹസ്ബൻഡ് കയറുന്നതിന് മാത്രം എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും അത് നടപ്പിലാക്കാൻ പറ്റില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നവരൊക്കെ എന്ത് ചെയ്യും? അവർക്കൊക്കെ ഇങ്ങനെ ഉള്ളിൽ നമ്മുടെ ഹസ്ബൻഡിനെ ആയാലും അല്ലെങ്കിൽ അമ്മയായാലും അനിയത്തിമാരെയൊക്കെ കയറ്റാൻ പറ്റുമോ? അപ്പോൾ അത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും ഇതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇങ്ങനെ പ്രൈവറ്റിലായാലും ഈ പൈസ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? അല്ലാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസേറിയനൊക്കെ കഴിഞ്ഞ ആളാണ്. നമ്മളും വേദന കൊണ്ട് തന്നെയാണ്, നമുക്കും ഒന്ന് ഹസ്ബൻഡിനെ കാണണം അല്ലെങ്കിൽ അമ്മയെ കാണണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ആരെയും ഉള്ളിൽ കയറാനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിലും എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ലേബർ റൂമിൽ എല്ലാവരെയും അവിടെ ഒരുമിച്ച് തന്നെ നിരത്തി കിടത്തുകയാണ് ചെയ്യുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേദന സഹിച്ചിട്ടേ നമുക്ക് പ്രസവിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അത്രയും സഹിച്ച് എന്തൊക്കെ സഹിച്ചിട്ടാണല്ലേ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ദിയയുടെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് വന്ന ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ മോട്ടിവേഷൻ ആയാലും ഇത്രയും ആൾക്കാർ വേണ്ടിയിരുന്നോ? അമ്മയും ഹസ്ബൻഡും മതിയായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി അനിയത്തിമാരൊക്കെ കയറിയിട്ടുണ്ട്. അവർക്കും എല്ലാം ചിലപ്പോൾ അവരും എല്ലാം നാളെ ഇതുപോലെ പ്രസവത്തെ അഭിമുഖീകരിക്കേണ്ടവരാണല്ലേ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും മനസ്സിന് ധൈര്യം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വേറെ നെഗറ്റീവായിട്ടൊന്നും തന്നെ ഇതിൽ പറയാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് അതിനുള്ള സാമ്പത്തികം ഉള്ളത് കൊണ്ട് അവരത് ചെയ്തു. അതിന് നമ്മളാരും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർക്കത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. പിന്നെ ഈ ലോകത്തുള്ളവരെല്ലാവരും ഒരുപോലെയുള്ളവരാവണമെന്നില്ല അല്ലേ. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടെല്ലാം പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരത് ചെയ്തു എന്ന് വെച്ചിട്ട് അവരെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേദനരഹിത പ്രസവമൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമാണ്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഈ പൈസ എന്നുള്ളത് ഈ ഒരു കാര്യം മാത്രമല്ല, എല്ലായിടത്തും ഇതുപോലെ 2-3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് കിട്ടും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെ കുറ്റമോ ഇന്നത്തെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഒരു നിലവാരം. ഒരു കേരളത്തിൻ്റെ ആയാലും എവിടെ ആയാലും ഉള്ള ഹോസ്പിറ്റലിൻ്റെ ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അത് ഒരാളുടെയോ രണ്ടാളുടെയോ തെറ്റുകൊണ്ടൊന്നുമല്ല. അപ്പോൾ ഈ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഡോക്ടേഴ്സൊക്കെ ഇരുന്നിട്ട് ന്യൂസിൽ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർ പറയുന്നത്. അവരും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എടുത്ത് പറയുന്നുണ്ട്. കാരണം നെഗറ്റീവ് എന്ന് പറയുന്ന മാസ്ക് ഒന്നും ഇടാണ്ടാണ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ന്യൂ ബോൺ ബേബിയൊക്കെ പുതിയ കുട്ടി ജനിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് നല്ല
ഇതായിരിക്കണം, അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു അണുബാധയും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ നമ്മൾ കെയർ ചെയ്തിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇനി വരും ഇതിൽ എല്ലാ പെണ്ണുങ്ങൾക്കും പ്രസവിക്കാനുള്ള, പെൺകുട്ടികൾക്കും പ്രസവിക്കാനുള്ള ധൈര്യം ഉണ്ടാവട്ടെ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ പുറത്തിറങ്ങുമ്പോഴാണ് പെൺകുട്ടികൾക്ക് തന്നെ മനസ്സിലാവുന്നത് പ്രസവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ മക്കളെ, അത് വേദനരഹിത പ്രസവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വേദനിച്ച് പ്രസവിക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും. ആ വേദന നമുക്ക് പ്രസവ വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ അടുത്ത് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, അതായത് പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, അതിൻ്റെ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്ന് അവർ പറയുന്നത്. അവർ മനസ്സിലെ വിഷമം കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിരിക്കാം, കാരണം അനുഭവിച്ചവർക്ക് മാത്രമേ എല്ലാത്തിൻ്റെയും വിഷമം മനസ്സിലാവുള്ളൂ. പുറത്തു നിന്ന് പറയുന്നവർക്ക് വളരെ എളുപ്പമാണ്, അതിങ്ങനെയാണ് അതങ്ങനെയാണെന്നൊക്കെ. പക്ഷേ അനുഭവത്തിൽ മാത്രമേ നമുക്ക് എന്തും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദിയക്കും കുട്ടിക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ദിയ ആരോഗ്യവതിയായിട്ട് തന്നെ ഇരിക്കട്ടെ. ദിയക്ക് പ്രസവശേഷമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ശുശ്രൂഷയും കിട്ടി നല്ല രീതിയിൽ തന്നെ നല്ലൊരു ജീവിതം കുഞ്ഞുമായി ഭർത്താവിൻ്റെ കൂടെയൊക്കെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം പ്രിയപ്പെട്ടവരെ. നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ എൻ്റെ പ്രയാണം എൻ്റെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കും നടക്കണമല്ലോ. എന്തായാലും ഞാൻ നടക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും എനിക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും അവസാനം നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ ഇടുന്നതായിരിക്കും. ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അത് കണ്ടതിന് ശേഷം നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. പാടുണ്ടോ എന്നുള്ള ചർച്ച വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്. കാരണം ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സർജറി ഒക്കെ ആണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ അണുബാധ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ളത്? ഇപ്പോൾ ഇത് നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വാദിക്കുന്നുണ്ട്. എങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ താങ്കൾ ഈ വീഡിയോയെ എങ്ങനെയാണ് കണ്ടത്? അതിനെക്കുറിച്ച് പറയാം. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വെജൈനൽ ഡെലിവറിയുടെ മലയാളം എന്ന് പറയുന്നത് തന്നെ സുഖപ്രസവം എന്നാണ് പറയുന്നത്. പക്ഷേ അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അത് ഒട്ടും സുഖകരമായിട്ടുള്ളൊരു അനുഭവമല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സുഖപ്രസവത്തിനെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്കൊരു സുഖപ്രസവമായി മാറ്റാൻ കഴിയുമെന്ന് സാധിക്കാൻ കഴിയുമെന്ന് നമ്മളെ കാണിച്ചു തന്നതാണ് ദിയയുടെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായത്. അപ്പം അത് ഇപ്പോൾ ഒരുപാട് പേർക്ക് പ്രസവിക്കാൻ പേടിയുണ്ടാവും, ഒരു ഉത്കണ്ഠയും ഭയവും ഒക്കെ ഉണ്ടാവും. ഗർഭിണിയായിരിക്കുന്നവർക്കും ഇനി കല്യാണം കഴിച്ച് ഗർഭം ധരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ, ആണുങ്ങൾക്കും ഈ പ്രസവം എന്താണെന്ന് അറിയാത്ത പുരുഷന്മാർക്കും ഈ പ്രസവം എന്താണ് ഒരു ലേബർ റൂമിൽ സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഉത്കണ്ഠയും ഉണ്ടാവും, ഭയവും ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളതൊന്നും വേണ്ട. നമുക്ക് ലേബർ എപ്പിഡ്യൂറലിലൂടെ നമുക്ക് പ്രസവം വേദനരഹിതമായിട്ടുള്ള പെയിൻലെസ് ലേബർ സാധ്യമാണെന്നും അതുപോലെ തന്നെ ബർത്ത് കമ്പാനിയന്റെ പ്രസൻസ് എത്രത്തോളം പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നമ്മുടെ ലേബറിൽ ചെലുത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഈ വീഡിയോ സാധിച്ചു തന്നു. അതാണ് ആ വീഡിയോയുടെ പോസിറ്റിവിറ്റി. പിന്നെ നമ്മുടെ ഒരു നെഗറ്റീവ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിന് ഇടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത്രയും പേര്, ഇപ്പോൾ ആ ഫാമിലിയിലെ ഒരു 5 പേര് ആ ഡെലിവറി സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് മാസ്കും ധരിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത്രയും പേര് ആ ഡെലിവറി സമയത്ത് വേണമെന്ന് ഉള്ളത് ഒരു കൺസേണിങ് ഫാക്ടർ തന്നെയാണ്. അപ്പം അവിടെ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു വിഷയം. പിന്നെ ഓരോ ഹോസ്പിറ്റലിനും ഓരോ പോളിസി ഉണ്ടാവും. ചിലപ്പോൾ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിൽ നമുക്ക് അത്രയും ബൈസ്റ്റാൻഡേഴ്സിനെ അലോ ചെയ്യും. എനിക്ക് തോന്നുന്നു ലേബർ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടി നമ്മുടെ ലേബർ റൂമിൽ കയറാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ലേബർ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് ഉള്ള എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും